ഇന്ന് തേനീച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ദിവസമാണ്. രാവിലെ വെളുപ്പിന് 6:30 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സാമാന്യം നല്ലൊരു കോളനിയാണ്. പിരിക്കാറായിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഇതിപ്പം ഇത് കാണിക്കാവേ. ഇത് സൂപ്പർ വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അടപ്പ് ചെറിയ അടപ്പാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വെച്ചേക്ക് തീറ്റപാത്രമായിട്ട് ചേരിയല്ല. ഈ സൂപ്പർ വെച്ചില്ലെങ്കിൽ ഈ തീറ്റപാത്രത്തിൻ്റെ പൊക്കോ ഇതുണ്ട് നമ്മുടെ ബ്രാൻഡിപ്പാത്രമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് സൂപ്പർ വെക്കേണ്ടി വന്നു. അപ്പോൾ സൂപ്പർ വെച്ചാണ് ഇതിൻ്റെ കൊടുത്തേക്കുന്നത്. ഇതൊക്കെ 3 അടയ്ക്കോ 2 അടയ്ക്കോ പിരിച്ചുകൊണ്ട് വെച്ചതാണ്. കണ്ട് ഉറക്കുന്നില്ല ഞാൻ പറയാം. ഇത് 2 അടയ്ക്ക് പിരിച്ചുകൊണ്ട് വെച്ചതാണ്. അതിനുശേഷം ഒരു 3 അടയാനുണ്ടാക്കി. പക്ഷേ ഈ ഫീഡിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ പിരിക്കാൻ കിട്ടും. ഇത് 5ാമത്തെ അടയാണത്. അഞ്ചാമത്തെ അടയിൽ ഇത് 5ാമത്തെ അട. റാണി ഒരു മുട്ട കയറി മുട്ടയുണ്ട് കേട്ടോ. ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെറിയ തോതിൽ പൂമ്പടി വരുന്നുണ്ട്. ഈ മഴ വെച്ച് ദോഷം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിറച്ച് പൂമ്പടി കാണേണ്ടതാണേ. അല്ലെങ്കിൽ ഈ ഒരാഴ്ചത്തെ മഴ ശരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പെട്ടിയൊക്കെ നിറഞ്ഞു വരേണ്ട സമയമായതാണ്. ഒരാഴ്ച തുടർച്ചയായിട്ടുള്ള മഴ കൂടുതൽ തേനീച്ചയെ ബാധിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ കോളനികൾ ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് പോയിട്ട് പിരിക്കുകയാണെങ്കിൽ എടുത്തോണം, അല്ലെങ്കിൽ എടുക്കരുത്. ചുമ്മാ ആവശ്യമില്ലാതെ നമ്മൾ കോളനിയിലെടുത്ത് അടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറ്റി വിടുക നല്ല പണിയല്ലതേ. അവർക്കൊരു സമാധാനം കൊടുക്കത്തില്ല നമ്മൾ ഇങ്ങനെ വെച്ച് തീറ്റ കൊടുക്കും. ഇതിനൊക്കെ നമുക്കൊരു 1/2 ലിറ്ററിൻ്റെ ഒരു ബ്രാൻഡ് കുപ്പിയാണ്. അതിന് നമ്മൾ ചിലവ് കുറച്ച്. ഇതാകുമ്പോൾ നമ്മൾ വഴിയിൽ നിന്നൊക്കെ വെട്ടിയെടുത്താൽ മതി. നമ്മൾ ചിലവില്ലാതെ തന്നെ. അല്ലെങ്കിൽ 10-15 രൂപ കൊടുക്കണ്ടേ പാത്രത്തിന്. ഒരു പൈസ മുടക്കില്ല. നമുക്ക് ഇത് പ്രകൃതി സംരക്ഷണ കടയാണ്. പ്രകൃതി സംരക്ഷണം. ഇതൊക്കെ എത്ര വർഷം വേണമെങ്കിൽ ഇത് നമുക്കൊരു 5-6 വർഷമായി കുപ്പിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു 10 വർഷം വേണമെങ്കിൽ ഒരു വർഷം നമ്മുടെ ആയുസ് മൊത്തം ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ പ്രകൃതിയിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യമൊട്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് ഒരു ശരിക്കും പറയാൻ നല്ലൊരു കാര്യമാണ്. അങ്ങനെ എല്ലാവരും ഞാൻ പറയുന്നത് ബ്രാൻഡ് കുപ്പികൾ, ഇതുപോലെ കിടക്കുന്ന കുപ്പികൾ, അതായത് ഈ തേനീച്ചയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ബ്രാൻഡ് മേടിച്ചേക്കരുത് കേട്ടോ. അതും അത്ര നല്ല പണിയല്ല. നമ്മൾ ഈ വേസ്റ്റായിട്ട് കിടക്കുന്ന കുപ്പികളൊക്കെ എടുത്ത് പെറുക്കി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കത് 2 ഗുണം. നമുക്ക് പൈസ മുടക്ക് വരത്തില്ല. പോരെങ്കിൽ 1/2 ലിറ്റർ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുവേ. 1/2 ലിറ്റർ നമുക്കൊരു 10 ദിവസത്തേക്ക് 1/2 ലിറ്ററിൻ്റെ ആവശ്യമുള്ളൂ. സാമാന്യം നല്ലൊരു പെട്ടി. ചെറിയ പെട്ടിയാണെങ്കിൽ നമ്മളൊരു പകുതി കൊടുത്താൽ മതി. നമ്മളതിൻ്റെ തേനീച്ചയുടെ സ്ട്രെങ്ത് അനുസരിച്ച് വേണം തീറ്റ കൊടുക്കാൻ. അല്ലാതെ നമ്മൾ ഓവർ കൊടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് അത്യാവശ്യം കൊടുക്കും. മിച്ചം ഒരു കാരണവശാലും വരാൻ പാടില്ല. നമ്മളൊരു എന്തായാലും ഒരു 48 മണിക്കൂറിനകം നമ്മൾ കൊടുക്കുന്ന തീറ്റ തീർത്തിരിക്കണം. പിന്നെ മിച്ചിട്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. മിച്ചിട്ട് കഴിഞ്ഞാൽ പുളിച്ചു പോകും. മറ്റു പെട്ടികളിൽ നിന്ന് ഈച്ച കയറും, കടിയുണ്ടാക്കും. അപ്പം വരുന്ന ഈച്ചയും ചത്തുപോകും, നമ്മുടെ പെട്ടിയിലുള്ള ഈച്ചയും ചത്തുപോകും. പുറകെ ഇനിയിപ്പോൾ എല്ലായിടത്തും പുറത്തുനിന്നുള്ളവരും ഈ നാട്ടിലുള്ളവരും തേനീച്ചകൾ കോളനികൾ പുതിയതായിട്ട് സ്ഥാപിക്കുന്ന സമയമായി. ആ സമയമായതുകൊണ്ട് ആ പെട്ടി നമ്മൾ തീറ്റ കൊടുക്കുന്ന ദിവസം തന്നെ അവർ കൊടുക്കുന്ന യാതൊരു നിർബന്ധമില്ല. അപ്പോൾ അവരുടെ പെട്ടിയിൽ നമ്മുടെ പെട്ടി കയറും. അത് കയറുന്ന എൻട്രൻസ് കൂടെ കയറാൻ സാധ്യത അല്പം കുറവാണ്. എവിടെയെങ്കിലും വിടവോ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് കൂടുതൽ പ്രശ്നം. കൂടാതെ നല്ല എൻട്രൻസ് മാത്രം കയറാനുള്ള സംവിധാനം കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് വരുന്ന അറ്റാക്ക് കുറഞ്ഞിരിക്കും. പിന്നെ കരിഞ്ഞോടിയിൽ നമ്മുടെ ഏതെങ്കിലും അടുത്ത ഭാഗത്തുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. ഈ കരിഞ്ഞോടിയിൽ അവന് എൻട്രൻസ് ഒന്നും പ്രശ്നമില്ല. അവൻ ഇതിൻ്റെ കൂട്ടി കയറി തീറ്റ കൊണ്ടുപോകും. അവന് നമ്മുടെ ഈച്ചയൊന്നും അവൻ്റെ ഒരു കടിയൊന്നും അവർക്ക് പ്രശ്നമില്ല. അവർ കയറി തീറ്റ എടുത്തുകൊണ്ട് പോകും. വേഗം പിടിച്ച് തീർത്ത് കൊണ്ട് സ്ഥലം വിടും. നമ്മുടെ ഈച്ചയെ പേടിച്ച് മാറി നിൽക്കത്തേ ഉള്ളൂ. അവരുടെ ശല്യം എന്ന് പറഞ്ഞാൽ അല്പം കടുപ്പമാണ്. പറയുന്ന പോലെ കരിഞ്ഞോടി എന്ന് പറഞ്ഞാൽ കരിഞ്ഞോടി തന്നെയാണ്. അവൻ ശല്യക്കാരനാണ്. അതുകൊണ്ട് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ കരിഞ്ഞോടി ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ നോക്കി അതിന് എവിടെയെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഇവർ നമ്മുടെ തേനീച്ച ഒരു 2 കിലോമീറ്ററൊക്കെ സഞ്ചരിക്കുക. ഇവന്മാർ 3-ലധികം വളരെ കൂടുതൽ ദൂരം കരിഞ്ഞോടി സഞ്ചരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവർ തേൻ സംഭരിക്കുന്നത് നമ്മൾ കരിഞ്ഞോടി തീറ്റ കൊടുക്കുന്നത് നമ്മുടെ സാധാരണ ഞൊടിയിൽ 1/2 ലിറ്റർ എടുക്കുമ്പോൾ മറ്റേ 1 ലിറ്റർ ആ സമയം കൂടെ എടുത്തിരിക്കും. അതാണ് അവർ കരിഞ്ഞോടിയിലുള്ള ഒരു പ്രത്യേകത. അതുപോലെ അടയുണ്ടാക്കും. നമ്മുടെ ഒരേ അടയുണ്ടാക്കുമ്പോഴത്തേക്കും അവർ 3 അടയുണ്ടാക്കിയിരിക്കും. തേൻ ഉൽപ്പാദനം അതുപോലെ തന്നെ. ചില കരിഞ്ഞോടിയിലുണ്ട് ഒട്ടും തേൻ ഉണ്ടാക്കിയാൽ ഒരു സൈസ് കാട്ടീച്ചയുണ്ട്. അടയുണ്ടാക്കും, തേനീച്ച ഉണ്ടാകും. പക്ഷെ തേൻ ഉണ്ടാക്കിയാൽ ഒരു സൈസ് കാട്ടീച്ചയുണ്ട്. അതിന് നമ്മൾ വളർക്കാനും പറ്റില്ല. വലിയ പാടാണ്. വളർത്തിട്ട് കാര്യമായിട്ടില്ല അതിന്. പിന്നെ അതിനെ പിടിച്ചുകൊണ്ട് നമ്മൾ പുതിയ റാണി സെല്ല് കൊടുത്ത്
വേണമെങ്കിൽ ആക്കിയെടുക്കാം. ഉം. അത് നമ്മുടെ വെള്ളഞ്ഞൊടിയിലിൻ്റെ ഈ സെല്ലെടുത്ത് കരിഞ്ഞൊടിയിലിന് കൊടുക്കാം, കരിഞ്ഞൊടിൻ്റെ അടുത്ത് വെള്ളഞ്ഞൊടിയിലിന് കൊടുക്കാം. ഉം. ചിലപ്പോൾ നമ്മുടെ വെള്ളഞ്ഞൊടിയിലിൻ്റെ അകത്തോട്ട് നമ്മൾ കരിഞ്ഞൊടിയിലിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അല്പം ശ്രദ്ധിക്കണം. ആ വിരിഞ്ഞ് വരുമ്പോൾ ഇവർ സ്വീകരിക്കാൻ അല്പം മടി കാണിക്കും. ഇവർക്കറിയാം ഇത് സംഗതി അല്പം പ്രശ്നമുള്ളതാണെന്ന് അറിയാം. അതുകൊണ്ട് ഇവർ നമ്മൾ പിരിച്ചതിന് ശേഷം നമ്മൾ സെല്ല് കൊണ്ട് കൊടുത്താൽ എന്നിരുന്നാലും ചിലപ്പോൾ ആ കോളനിയിൽ അവർ സെല്ലുണ്ടാക്കും. അതുകൊണ്ട് നമ്മളൊരു 5-6 ദിവസം കഴിയുമ്പം, ഒരു 6 ദിവസം കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മൾ കൊടുത്തിരുന്ന റാണി വിരിഞ്ഞോ എന്ന് നോക്കണം, ഒന്ന്. രണ്ടാമത് വേറെ സെല്ലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സെല്ല് മുഴുവൻ നശിപ്പിക്കണം. അവർക്ക് റാണി സെല്ലുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു 5-6 ദിവസമാണ്. മുട്ടയിട്ട് 6 ദിവസം കൊണ്ടൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കത്തില്ല. 6 ദിവസം ആ മുട്ടകളെല്ലാം പിരിഞ്ഞ് പുഴുവായിട്ട് ആ സമയമാവുമല്ലോ. അതിന് പിന്നെ അപ്പോൾ 6-ാമത്തെ ദിവസം നമ്മൾ അടയൊന്ന് പൊക്കി നോക്കിയിട്ട് ഉള്ള സെല്ലുകൾ മൊത്തം കളഞ്ഞാൽ മതി. പിന്നെ അവർക്ക് നമുക്ക് എടുത്ത് വേറെ കൂട്ടി വെക്കാൻ ഉപയോഗിക്കാൻ പറ്റും. അത് അടച്ച് റെഡിയായത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷെ അത് ഇല്ല എങ്കിൽ ഇവർ അവസാനം സഹിയിട്ട് കിട്ടിയ റാണി ആയിക്കോട്ടെ വെക്കും. ഞങ്ങൾക്ക് ആ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയ്പ് വെള്ളം ആയാലും കുടിച്ചേക്കാന്ന് വെക്കിയല്ലേ, അതുപോലെ അവർ കുടിച്ചേക്കാന്ന് വെച്ച് അവർ ആ റാണിയെ സ്വീകരിച്ച് പിന്നെ മുന്നോട്ട് പോയിക്കോളും. പിന്നെ ആ മുട്ടയിട്ട് സമ്മതിയാക്കി പിന്നെ പ്രശ്നമില്ല. പിന്നെ ഒരു സാധാരണ പോലെ അങ്ങ് പൊയ്ക്കോളും കേട്ടോ. പിന്നെ പുതിയ കരിഞ്ഞോടിലിൻ്റെ കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ്. പിന്നെ കരിഞ്ഞോടിലിൻ്റെ ശരിക്കും നമ്മൾ കരിഞ്ഞോടിലിൻ്റെ കുഞ്ഞുങ്ങളും ആ കോളനി ഉണ്ടാകണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അത് കരിഞ്ഞോടിലിൻ്റെ റാണി ഇണചേരുന്നത് തൊട്ട് പ്രശ്നങ്ങളാണ്. വെള്ളഞ്ഞൊടിയിലിൻ്റെ ഇണചേർന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സങ്കരയനം വരും. പക്ഷേ നമ്മുടെ വെള്ളഞ്ഞൊടിയിലിൻ്റെ റാണിക്ക് കരിഞ്ഞോടിയിലോട്ട് ഇണചേരുവാണെങ്കിൽ അത് സങ്കരയനം. ഇത് രണ്ടും നല്ല, രണ്ടും നമുക്ക് തേനീച്ച സംബന്ധിച്ച് നല്ലത് തന്നെ. കാരണം വെച്ചാൽ നമ്മൾക്ക് ഗുണമുണ്ട്. രോഗപ്രതിരോധശേഷി കൂടുതൽ കിട്ടും, പിന്നെ ഉൽപ്പാദനം കൂടുതൽ കിട്ടും, പിന്നെ എല്ലാം കൊണ്ടും നല്ലതാണ്. തേനീച്ചയ്ക്ക് പൊതുവെ തേനീച്ചയ്ക്ക് വലിപ്പം കൂടുതൽ, ഈച്ചയ്ക്ക് വലിപ്പം കൂടുതലുണ്ട്. പിന്നെ കൈകാര്യം ചെയ്യാൻ അല്പം അതിൻ്റെയായിട്ട് ചില പ്രശ്നങ്ങൾ. നമ്മൾ എത്ര കാണിച്ചാലും ചില കരിഞ്ഞൊടിയിലിൻ്റെ നമ്മൾ എത്ര സങ്കരനം ആക്കിയാലും ആ ഒറിജിനൽ കരിഞ്ഞൊടിയിൽ സ്വഭാവം കാണിക്കും. ഭയങ്കരമായിട്ട് അറ്റാക്ക് ഉണ്ടാവും. ചിലപ്പോൾ പെട്ടി തുറക്കുമ്പോഴേ ഈച്ച മുഴുവൻ പുറത്തോട്ടിറങ്ങിക്കും, പെട്ടിയുടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കും. ചില അടയിന്ന് മൊത്തം മാറും. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിരിക്കാനൊക്കെ ബാക്കി പണികൾ ചെയ്യാനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. എന്നിരുന്നാലും ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ആദായമാണുള്ള ആവശ്യം. നമുക്ക് തേനീച്ചയല്ല ആവശ്യം, തേനീച്ച വേണ്ടെന്നല്ല, നമുക്ക് മെയിനായിട്ട് ആദായമാണ്. ആദായത്തിന് നമ്മൾ എന്തെല്ലാം വഴികൾ കണ്ടുപിടിക്കാവോ അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊക്കെയാണ് ഇതിന് ഒരു പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ശരി, താങ്ക്സ് ഉണ്ട്.